മോനെ എവിടെയുള്ളതെന്നറിയാം. നമ്മുടെ കൊല്ലം ചിറയില്ലേ, കൊയിലാണ്ടി കൊല്ലം ചിറ, നമ്മളെ വിഷാരിയാവിൻ്റെ അടുത്തുള്ള. അപ്പോൾ അവിടെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇളനീർ ജ്യൂസ് ഉണ്ടല്ലോ. നമ്മൾ ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിൽ അധികം അത്രക്കും ഫേമസ് ആയ ഒരു ഇളനീർ ഷേക്ക് ഉണ്ട്. ആ ഇളനീർ ഷേക്കിന് എന്ത് സംഭവിച്ചു, കടയിൽ ആരെയും കാണുന്നില്ല, പൂട്ടിയ പോലെയാണ് ഉള്ളത്. എന്താണ് കാര്യം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ചിറേൻ്റെ ഭംഗിയിലൊന്ന് നല്ലോണം ആസ്വദിച്ച് നമുക്ക് ഇളനീർ ഷേക്കിന് എന്ത് സംഭവിച്ച് നമുക്ക് നോക്കാം കേട്ടോ. അടിപൊളി സൈറ്റല്ലേ. ഇവിടെ ഇരുന്നാണ് എല്ലാവരും ഇളനീർ ഷേക്ക് കുടിക്കാറ്, ഇവിടെ ആ സ്റ്റെപ്പിൽ ഇരുന്നിട്ട്. അപ്പോൾ ഈ ഒറിജിനൽ ഇളനീർ ഷേക്ക് നമ്മൾ കൊല്ലം ചിറേൻ്റെ അടുത്തുള്ള ഷേക്ക് തൊട്ടടുത്തുള്ള ഒരു വലിയ കടയാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഇരുന്ന് കഴിക്കാനുള്ള ഇതുണ്ട്. അതേപോലെ തന്നെ പുതിയ ചെറിയ ചെറിയ കടികൾ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം എടുത്തു തരാനുള്ള 3-4 സർവീസ് ബോയികളുണ്ട്. അങ്ങനെ നമുക്ക് ആസ്വദിച്ച് പഴയതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് ആസ്വദിച്ച് അവിടെ തന്നെ കുടിക്കുക കേട്ടോ. അത്യാവശ്യം വലിയ ഷോപ്പാണ്. അതായത് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നു, നമ്മളെ നാഷണൽ ഹൈവേൻ്റെ. അപ്പം പഴയ പോലെ തന്നെ അതേപോലെ തന്നെ ടേസ്റ്റും രുചിയൊന്നും ഒരു വ്യത്യാസമില്ല. ജ്യൂസ് എന്നാണ് അതിൻ്റെ പുതിയ ഷോപ്പിൻ്റെ പേര്. അവർ തന്നെയാണ് കേട്ടോ, ഈ ഒറിജിനൽ ഇളനീർ ഷേക്കിൻ്റെ അവർ തന്നെയാണ് ഇപ്പോൾ ജ്യൂസ് എന്നും പറഞ്ഞ് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുള്ളത്. അപ്പം പിന്നെ കൊയിലാണ്ടി വരുന്നവർ എന്തായാലും ആസ്വദിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അതും കഴിഞ്ഞ് നമ്മൾ ഇവിടത്തേക്ക് പോയി, നമ്മൾ അകലാപ്പുഴ വഴി ആ റൂട്ടിലാണ് വന്നത്. ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട്, അതായത് ജോലി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെയാണ് വന്നത്. അപ്പോൾ അകലാപ്പുഴ ഇന്ന് പിന്നെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള ആൾക്കാർ കുറവാണ്. കുറച്ച് ബോട്ട് മാത്രമേ സർവീസ് ചെയ്യുന്നുള്ളൂ, ഇപ്പം കാണാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ അകലാപ്പുഴേൻ്റെ കുറച്ച് ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മൾ നേരെ ഇവിടത്തേക്ക് പോയി. ഇവിടെ കുറച്ച് മുന്നോട്ട് അകലാപ്പുഴേൻ്റെ കുറച്ച് മുന്നോട്ട് അതിൽ റിവർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. നമുക്ക് ഉച്ചഭക്ഷണം അവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞിട്ട് അകലാപ്പുഴേൻ്റെ കുറച്ച് ഭംഗിയെല്ലാം ആസ്വദിച്ച്, ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പിന്നെ ആൾക്കാർ കുറവാണ്. കുറച്ച് ബോട്ട് മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. വലിയ ബോട്ടിലുണ്ട് കേട്ടോ ഇവിടെ. അകലാപ്പുഴ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ നേരിട്ട് അവിടത്തേക്ക് പോവാണ്. ഒരു റിവർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ചെറിയൊരു ഹോട്ടൽ. ഞാൻ അവിടെ നിന്ന് ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ചെറിയൊരു ഹോട്ടലാണ് അകലാപ്പുഴയിൽ. അത്യാവശ്യം നമുക്ക് മുൻകൂട്ടി ഓർഡറിൽ അവിടെ സ്വീകരിക്കുന്നതാണ്. അങ്ങനെ അവിടെ പോയിട്ട് നല്ല നാടൻ ഫുഡും കഴിച്ചിട്ട് ഇനി ഡ്യൂട്ടി ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആൾക്കാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.